ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. മക്കളുടെ എല്ലാം അഭിപ്രായങ്ങളെല്ലാം ഞാൻ ഭഗവാനിൽ അർപ്പിക്കുന്നു. ഒരു ദിവസം എല്ലാം ഞാൻ പേരുകൾ പറയാം. ഒരു മകള് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പറഞ്ഞ് ഗോകുലാണെന്നാണ് ഞാൻ ധരിച്ചത്. പക്ഷേ ഗോകുലിൻ്റെ അമ്മയാ പ്രമിള. മനസ്സിലായി മക്കളെ? അത് വേറൊരു കുട്ടിയും വന്നു, ഗിരിജ. എന്നാലും എല്ലാ മക്കളെയും എന്തെല്ലാം അഭിപ്രായങ്ങളാണ് പറഞ്ഞത്, എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുന്നു. എനിക്കും എല്ലാവരും ഒത്തുകൂടി ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അത് ആഗ്രഹമായിട്ടല്ല, ആഗ്രഹം വളർത്തിയാൽ നമുക്ക് ഒക്കാതെ പോയാൽ അതോടെ വാസന കിടക്കും. ആ വാസന കിടന്നാൽ വീണ്ടും ജനിക്കേണ്ടി വരും. നമുക്ക് ഈ ജന്മം നടക്കാത്ത കാര്യമാണെങ്കിൽ, കാരണം എൻ്റെ പ്രായമൊക്കെ അതിന് അത്രത്തോളം ആയല്ലോ. അപ്പോൾ നമുക്കിനി അങ്ങനെ ഒന്നും ആഗ്രഹിക്കാതെ ഇരിക്കുക. ഇത് ഇപ്പം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ആഗ്രഹമല്ല, അത് ഭഗവാന്റെ നിശ്ചയമാണ്. ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല ഇങ്ങനെ യൂട്യൂബ്. പക്ഷേ ഈ ഒടുക്കം ഒരു 1-2 വർഷത്തിന് ഒരു ഉള്ളിലൊരു വേദന, ഒരു കരച്ചിൽ, ഒരു ആത്മവേദന, അത് ഇതിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഇതൊരു നിയോഗം പോലെ വന്ന് സംഭവിച്ചു. അപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനത് ഭഗവാന്റെ ഒരു ദാസി എന്ന നിലയിൽ ഇത് ചെയ്യുന്നതേ ഉള്ളൂ. അതിൻ്റെ ആഗ്രഹമല്ല, എൻ്റെ വേദനയാണ്, എൻ്റെ ഭാരമാണത്. എൻ്റെ ആഗ്രഹം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടോ എനിക്ക് അറിയില്ലല്ലോ ഒന്നും. ഞാനങ്ങും പോയി പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തന്നെ ഒരു ഭജന നടത്തിയിട്ടുണ്ടോ ഒന്നുമില്ല. എൻ്റെ അച്ഛനൊക്കെ അങ്ങനെ ഭജന ചെയ്തിട്ടുണ്ടെന്നല്ലാതെ, അപ്പോൾ കൂടെയൊക്കെ ഞാനും വീട്ടിൽ ഭജന അച്ഛനുള്ള കൂടും. അല്ലാതെ ഇങ്ങനെ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ അഞ്ചല താമസിക്കുന്നേ. ഒരു അമ്പലത്തിൽ പോയി ഒരു നേരം എല്ലാ വർഷവും ഒരു പ്രാവശ്യം, ഇപ്പം അതും പോകാറില്ല വയ്യാത്തതുകൊണ്ട്, തറയിലൊന്നും ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളല്ല, എൻ്റെ വേദനയായിരുന്നു. അതാ ഇപ്പം നടത്തുന്നത്. അതിന് ഭഗവാൻ എന്തോ നിയോഗം. മക്കളെ ഇങ്ങനെ കഷ്ടപ്പെടുന്നു കേൾക്കാനൊക്കെ, മലയാളത്തിലൊക്കെ പറയാനൊക്കെ, അതുകൊണ്ട് ദൈവം വിചാരിച്ച് കാണും അതായിരിക്കും എൻ്റെ ഉള്ളിലിങ്ങനെ വേദന വന്നത്. അത് സന്തോഷമായി അതുകൊണ്ട് നമുക്ക് എല്ലാ മക്കളും പറയുന്നു, ഒന്ന് കണ്ടാൽ കൊള്ളാം. അങ്ങനെ ഭഗവാൻ അതിന് ആഗ്രഹമുണ്ടെങ്കിൽ നടക്കട്ടെ. എനിക്കല്ലാതെ ഒന്നും പറയാനില്ല. ഭഗവാന്റെ നിശ്ചയം എന്താണെന്ന് വെച്ചാൽ അതിന് ഞാൻ അങ്ങനെ പറ്റൂ. എല്ലാവർക്കും നമസ്കാരം മക്കളെ. നമുക്ക് ഭഗവാനെ സ്തുതിക്കാം. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനു ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ, പരമശിവനതാം ആചാര്യനെ കൈതൊഴുന്നീ. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ മക്കൾക്കും ശാന്തിയും സമാധാനവും ഭഗവാനിൽ ഭക്തിയും വർദ്ധിക്കണം. ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവത കീർത്തനം ചൊല്ലാം. ഭഗവാന്റെ ഭാഗവത കീർത്തനം എല്ലാവരും എന്നും ചൊല്ലണം. നമുക്ക് എന്നും, എനിക്ക് സൗണ്ട് അടയ്ക്കുന്നത് കൊണ്ട്, വിശ്രമം ഇല്ലാത്തതുകൊണ്ട് ഇത് അതുകൊണ്ടൊക്കെയാണ്. എന്നാലും നമുക്ക് കുറച്ച് ചൊല്ലാം. അച്യുതൻ്റെ ഗുണം കേട്ടാവോളം, ഇച്ഛ മറ്റൊന്നിലും കൈവരാ നിർണയം. വിശ്വനാഥോദയം കേൾപ്പതിനും മഹാപാപികൾക്കെത്തുമോ? കൃഷ്ണരാമ ഹരി. പാപികൾക്ക് ഇത് പറ്റത്തില്ല. അതായത് അച്യുതൻ്റെ ഗുണം, ഭഗവാന്റെ ഗുണം എത്ര കേട്ടാലും മറ്റൊന്നിലും നമുക്ക് ഇഷ്ടം പെടത്തില്ല. ഭഗവാന്റെ കഥകൾ കേൾക്കുന്തോറും നമുക്ക് മതി വരത്തില്ല. മറ്റൊന്നിലും കൈവര ആഗ്രഹവും വരത്തില്ല. വിശ്വനാഥോദയം, ഭഗവാന്റെ ഈ നാഥോദയം കേൾപ്പതിന് മഹാപാപികൾക്ക് ഒക്കത്തില്ല. അതിന് പ്രത്യേക ഈശ്വരൻ കനിയുന്നവർക്ക് മാത്രമേ, ഈശ്വരൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ, ഭഗവാൻ വിചാരിക്കുന്നവർ മാത്രമേ ഇത്
ചൊല്ലാനും കേൾക്കാനും പറ്റുകയുള്ളൂ. കർത്താവ് പോലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ, ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ ചിലർ കേൾക്കത്തില്ല, അവർക്ക് അറിയത്തില്ല. അപ്പോൾ കർത്താവും പറയുന്നതാ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന്. ഇവിടെ ചെവി ഉള്ളവരാണിത് കേൾക്കുന്നത്. അത് ഭഗവാൻ തീരുമാനിക്കണം ആര് കേൾക്കണമെന്ന്. അതാണ് ഭക്ത മക്കൾക്കേ ഇത് പറഞ്ഞിട്ടുള്ളൂ, പാപികൾക്ക് നടക്കത്തില്ല. ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാൽ ആദിനാഥൻ കൃപാലേശമുള്ളോർക്കുടൻ ശാപമുണ്ടായ ശേഷം പരീക്ഷിത്തിനങ്ങേശി പോൽ പണ്ടതും കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈ തൊഴുന്നീൻ. ഇന്ദ്രപൻ പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതേ സങ്കരേ മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാതെ ശ്രീകൃഷ്ണനാൽ പാലിതൻ കൃഷ്ണ രാമ ഹരേ. ഈശ്വരാധീനമെന്നോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ തൽപദാംഭോരുഹം വിശ്വരക്ഷാവിധോ വിഷ്ണുവെന്നിത്ര നന്നാരുമോർത്തില്ലഹോ കൃഷ്ണ രാമ ഹരേ. ഉത്തമൻ ദിഗ്ജയെ പണ്ടു ദുഷ്ടൻ കലിവധ്യനല്ലെന്നുറച്ചു ഗുണഗ്രാഹിതാൻ ഇത്ര നന്നു യുഗം നാമസങ്കീർത്തനാൽ മുക്തനാവാൻ ദൃഢം കൃഷ്ണ രാമ ഹരേ. ഊഢമോദേന നായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങും നടന്നാർത്തിദാഹങ്ങളാൽ ആശ്രമേ ചെന്നു കണ്ടാൻ മുനിപ്രൗഢനെ ധ്യാനമാർഗസ്ഥിതം കൃഷ്ണ രാമ ഹരേ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ കൈ തൊഴുന്നീൻ. എല്ലാ മക്കൾക്കും നമസ്കാരം. നമുക്കിനി ഭാഗവതം എവിടം വരെ വായിച്ചതെന്ന് അറിയാതെ നമുക്ക് ബാക്കി പാരായണം ചെയ്യാം. ഇവിടെ മഹാബലി പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന് വിഷമമുണ്ടെങ്കിൽ അതിന് സാരമില്ല എന്ന് ശുക്രാചാര്യർ പറഞ്ഞു കൊടുത്ത് വാമനന് മൂവടി കൊടുക്കാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ നീ എന്താ നീ ഉദ്ദേശിക്കുന്നത്? നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത് വാമനൻ യഥാർത്ഥ വടുവല്ല, ഇത് മായാ വാമനനാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഇത് ഇപ്പം സന്തോഷമായിട്ട് ആദരിച്ച് പറഞ്ഞു വിടൂ, പെട്ടെന്ന് താമസിക്കാതെ തന്നെ വീണ്ടും വരാൻ പറയൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്നിട്ട് എന്താ ഇതിനൊരു ഉപാധി പറയുന്നത്? ഇത് സത്യക്കേട് സത്യം പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ മാനസേ വിചാരമെന്നായത് ഭവാൻ ഇപ്പോൾ കേളത് പോരും പിഴയല്ല. തങ്ങളിൽ ചേർന്ന് കേളികൾ ചൊല്ലുമ്പോഴും നാരികളോടും പിന്നെ വേളിയെ സന്ധിപ്പിപ്പാനായി കൊണ്ട് ചൊല്ലുമ്പോഴും, അതായത് ഈ തങ്ങളിൽ ചേർന്ന് നിന്ന് സ്ത്രീകൾ നാരികൾ പുരുഷന്മാരും സ്ത്രീകളും കൂടെ തങ്ങൾ കേളികൾ ചൊല്ലുമ്പോഴും, എന്താ തമാശകളോ നേരം പോക്കൊക്കെ പറയുമ്പം കള്ളത്തരങ്ങൾ പറയുമല്ലോ. നാരികളോട് സ്ത്രീകളോട് യഥാർത്ഥത്തിൽ സത്യം പറയാത്തവരുണ്ട് പുരുഷന്മാർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ സന്ധി വേളി, അതായത് കല്യാണത്തിന് ഉറപ്പ് വരുത്താൻ ഇങ്ങനെ ഇരു കൂട്ടരും കൂടെ ഉറപ്പാക്കുന്നതിനും എന്താ ചോദിച്ചാൽ അവർ സത്യം പറയാറില്ല. വിവാഹം കഴിയുന്നത് വരെ ഉറപ്പായെങ്കിലും ഇല്ലെന്നൊക്കെ പറയത്തുള്ളൂ. നടക്കാതെ പോകുന്നെങ്കിലോ എന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ കള്ളങ്ങൾ പറയാറുണ്ടല്ലോ. പിന്നെ ധനമൊക്കെ പോകുമ്പോൾ തിരിച്ചു പിടിക്കാൻ പയ്യാതെ ധനങ്ങൾ, അതായത് വേളിയെ സന്ധിപ്പിപ്പാനായി കൊണ്ട് ചൊല്ലുമ്പോഴും മീളാതെ വണ്ണം ധനമൊക്കവേ പോകുമ്പോഴും തിരിച്ചു പിടിക്കാൻ വയ്യാതെ ധനമൊക്കെ പോകുമ്പോഴും ഒരു കള്ളം പറയുന്നതില്ലേ? അപ്പോഴൊക്കെ അതങ്ങനെ ലോകത്ത് പതിവില്ലേ? പിന്നെ ജീവനം തന്നെ പോമെന്ന് തോന്നിയിടുമ്പോഴും നമ്മുടെ ജീവൻ ഇപ്പം പോകും. ഒരു കള്ളം ചിലപ്പോൾ പറഞ്ഞാൽ രക്ഷപ്പെടും. അങ്ങനെയുള്ളൊരു സമയത്ത് കള്ളങ്ങൾ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ നീ വിഷമിക്കണ്ട, സത്യം നീ പാലിച്ചില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. പോയി വരാൻ പറയൂ, ആനന്ദത്തോടെ പറഞ്ഞു വിടൂ, നമുക്ക് കൊടുക്കാം. പക്ഷേ അല്പം താമസിക്കട്ടെ, പോയിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാം. അതുകൊണ്ട് നീ ഇപ്പം തന്നെ സന്തോഷത്തോടെ പിന്നെ ഈ വാമനനെ പറഞ്ഞു വിടൂ, ഇത് യഥാർത്ഥ വടുവല്ല, ഇത് മായാ വടുവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴെന്ത് വന്നു?
ജീവനം തന്നെ പൊയ്പോമെന്ന് തോന്നിയിടുമ്പോഴും ആവതുണ്ട് അസത്യം എന്നുള്ളത് നീ കേട്ടിട്ടില്ലേ? അങ്ങനെയെല്ലാം കള്ളങ്ങൾ പറയുന്നില്ലേ ഓരോ സമയ സന്ദർഭം അനുസരിച്ച്? താവകം മനക്കാമ്പിൽ എന്നതു നിരൂപിച്ചു വീവണ്ണം തൂഷ്ണീം ഭാവം തേടായെന്നെല്ലാം ശുക്രൻ ചൊന്ന വാക്കുകൾ ഒന്നും ആദരിച്ചിടാതെ താൻ തന്നിലെ നിരൂപിച്ച സത്യസങ്കല്പത്താലേ എന്നെയും ജഗത്രയം തന്നെയും ഭവാനെയും തന്നെയും ഉടയതായി നിന്നിടും ജഗൽ സ്വാമി തന്നെ തിരുവുള്ളം എങ്ങനെയെന്നാൽ അതേ വന്നിടൂ, വരുത്താവതൊന്നില്ല നമ്മാലേതും. അത്രയെല്ലാം ശുക്രാചാര്യ പറഞ്ഞിട്ടൊന്നും കൂട്ടാക്കിയില്ല. അത്രമാത്രം ഭക്തനാണ് മഹാബലി. പറഞ്ഞ വാക്ക് അദ്ദേഹം മാറ്റത്തില്ല. കാരണം പറയുന്നു, തന്നിലെ നിരൂപിച്ച സത്യസങ്കല്പം, ഈ സത്യം പറഞ്ഞ വാക്ക് എന്നെയും, അതായത് ഈ മഹാബലിയെയും ജഗത്രയം മൂന്ന്, ഈ മൂന്ന് ലോകത്തെ തന്നെയും ഭവാനെയും, അതായത് ശുക്രാചാര്യരെയും തന്നെയും ഉടയതായി ഈ ലോകത്തുള്ള സർവ്വ മൂന്ന് ലോകത്തിലും തന്നെ ഇവരെയും അതേ മഹാബലിയെയും ശുക്രാചാര്യരെയും എല്ലാവരെയും ഉടയതായി നിൽക്കുന്നതാണ് ഭഗവാൻ നാരായണൻ ജഗൽസ്വാമി. ഉടയവനായി നിന്നിടും ജഗൽ സ്വാമി തന്നെ തിരുവുള്ളം എങ്ങനെ എന്നാൽ അതേ വന്നിടൂ. ആർക്കും മറ്റൊന്നും ചെയ്യാൻ പറ്റുകയില്ല, വരുത്താവതൊന്നില്ല നമ്മളെ കൊണ്ടൊന്നും. ഇനി ശുക്രാചാര്യർ എത്ര ജന്മം ജനിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഭഗവാൻ നാരായണൻ എന്ത് വിചാരിക്കുന്നു അത് തന്നെ വരുത്തും. അത് മഹാബലിക്ക് അറിയാം, മഹാബലി ഭക്തനായതുകൊണ്ട് അറിയാം. ഭക്തന്മാർക്കെല്ലാം അത് തിരിച്ചറിവുണ്ട്. കാരണം നമുക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഭഗവാൻ വിചാരിച്ചാൽ അപ്പുറത്ത് ഒന്നും തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടം വരെ നമ്മൾ വായിച്ചതിന് കണ്ട് വായിക്കാം. തന്നോട് തിരുവുള്ളം എങ്ങനെയെന്നാൽ അതേ വന്നിടൂ. ഭഗവാന്റെ തിരുവുള്ളം എങ്ങനെയാണ് എന്നാൽ അങ്ങനെ വരൂ. നമ്മളാൽ അത് വരുത്താവതാ ഒന്നില്ല, നമ്മളാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ കൊണ്ട്. നിർണയമെന്ന് ഈ വണ്ണം ഉറച്ചു വടുരൂപിക്ക് അർണസേ കൊടുപ്പാനായി ആരംഭിച്ച സുരേന്ദ്രൻ. അങ്ങനെ ഇതെല്ലാം നിർണയിച്ച് ഉറപ്പിച്ചിട്ട് മഹാബലി വടുരൂപിക്ക് അർണസേ വെള്ളം, അർണസ് ജലം കൊടുപ്പാനായി ആരംഭിച്ചു അസുരേന്ദ്രൻ മഹാബലി. നിന്നുറച്ച അത് കണ്ട് ശുക്രനും ശാപം ചെയ്താൻ. ഇത് ഉറച്ചെന്നായപ്പോൾ ശുക്രന് ദേഷ്യം വന്നു. അയാൾ ശപിച്ചു. ഇദ്ദേഹത്തിനുള്ളതെല്ലാം ഇല്ലാതെ പോട്ടെന്നായിരിക്കും ശപിച്ചത്, അല്ലാതെ എന്ത് ചെയ്യാനാ? അപ്പൊ നിന്നുറച്ച അത് കണ്ട് ശുക്രനും ശാപം ചെയ്താൻ. എന്നതുകൊണ്ടും ഭ്രമിച്ചിൽ അവൻ അകക്കാമ്പിൽ സത്യത്തെ സമാശ്രയിച്ചുദ്ധാനം ചെയ്താൻ. ഉദകത്തെയും ഭൃംഗാരകം തന്നിൽ ആവാഹിച്ചുടൻ സത്വരം വടുരൂപി തന്നെത്താൻ വിളിച്ചുകൊണ്ട് ഉൾത്താരിൽ ശ്രദ്ധിച്ചെന്തിപ്പോൾ ഞാൻ തരാമല്ലോ കാട്ടുക തവ കരപങ്കജമെന്നും ചൊല്ലി. അങ്ങനെ അസുരേന്ദ്രൻ ഇത്രയെല്ലാം ശപിച്ചിട്ടും ഒരു ഭ്രമവും ഈ മഹാബലിക്കുണ്ടായില്ല. മഹാബലി എന്ത് തീരുമാനിച്ചു, ഭഗവാൻ എന്ത് ചിന്തിക്കുന്നു അതേ നടക്കൂ. അതുകൊണ്ട് മഹാബലിയും എന്ത് കരുതി, സത്യമായി തന്നെ വരട്ടെ, ലോകത്ത് സത്യമാണ് ഈശ്വരൻ, അതാണ് മുറുകെ പിടിച്ചു. അതുകൊണ്ട് ഒരു ഭ്രമവും അദ്ദേഹത്തിന് വന്നില്ല. അദ്ദേഹം സത്യത്തെ മാത്രം ആശ്രയിച്ചു ഉദ്ധാനം ചെയ്ത് അവിടെ എഴുന്നേറ്റ് എന്ത് വന്നു, ഉദകത്തെയും ഭൃംഗാരകം, അതായത് കിണ്ടി വെള്ളമെല്ലാം എടുത്ത് ആവാഹിച്ചു കയ്യിലേക്ക് ഇങ്ങെടുത്തു. സത്യനും വടുരൂപി തന്നെത്താൻ വിളിച്ചു. അങ്ങനെ വാമനെ വിളിച്ചു കൊണ്ട് ഉൾത്താരിൽ ശ്രദ്ധിച്ചത് എന്തിപ്പോൾ ഞാൻ തരാമല്ലോ എന്ന് വാമനനോട് പറഞ്ഞു. ഉൾത്താരിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ച് എന്തിപ്പോൾ ഞാൻ തരാമല്ലോ കാട്ടുക തവ, അതായത് തവ ആരാണ്? പിന്നെ വാമനൻ്റെ കരപങ്കജ കൈകൾ കാട്ടുക, നീട്ടുക എന്ന് ചൊല്ലി നീട്ടിനാൻ നിജകര സംസ്ഥമാം ഭൃംഗാരകം മൂവടി പ്രദേശമിങ്ങാശയെന്നുടൻ വടുരൂപിയും എഴുന്നേറ്റ് ചെന്നു കൈ കാട്ടുന്നേരം. അങ്ങനെ വന്ന് കൈ കാട്ടുക എന്ന് പറഞ്ഞപ്പോൾ വടുരൂപി എഴുന്നേറ്റ് ചെന്ന് അദ്ദേഹത്തിന് മുമ്പിൽ കൈകാട്ടി. കാട്ടുക തവ കരപങ്കജമെന്നും ചൊല്ലി നീട്ടിനാൻ നിജകര സംസ്ഥമാം ഭൃംഗാരകം. അങ്ങനെ ഭൃംഗാരകം ഇങ്ങനെ നീട്ടി അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട്. മൂവടി പ്രദേശമെങ്ങാശ എന്നുടൻ വടുരൂപിയും എഴുന്നേറ്റ് ചെന്നു കൈ കാട്ടുന്നേരം ദാനവൻ നിനക്ക് ഒത്തേടത്ത് മൂവടി നിലം ഞാനിഹ തന്നേനെന്ന് നൽകിനാൻ ഉദകവും. അങ്ങനെ നിനക്ക് എവിടെ ഒത്തടം, നിനക്ക് എവിടെ ഇഷ്ടം അവിടെ ഞാൻ നിനക്ക് എവിടെ ചെന്ന് ഇതാണ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഞാൻ നിനക്ക് മൂവടി പ്രതി തന്നിരിക്കുന്നു എന്ന് പറയില്ല. ജലം എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് ഉദകവും ചെയ്തു. അതായത് കൊടുക്കാനായിട്ട് നീട്ടി ഇത്
കൊടുക്കുന്നു. അപ്പോഴെന്ത് വന്നു? താൻ അതിലൊരു കരടായി കിടന്നു ഉശനസം പാനീയം വീഴും മുഖമടച്ചു കൊണ്ടേടി ഞാൻ. ഒരു കിണ്ടിയുടെ വാലിൽ കൂടെ അല്ലേ വെള്ളം വീഴുന്നത്. കിണ്ടിയുടെ വാലിൻ്റെ അറ്റം മുഖം എന്ന് പറയും. ആ ദ്വാരം അതിൻ്റെ അറ്റത്ത് വന്ന് കരടായി അങ്ങ് കിടന്നു വെള്ളം പുറത്തേക്ക് ഒഴിക്കുമ്പം വീഴാതിരിക്കാൻ. ആര്? ഈ ശുക്രാചാര്യർ. അയാൾക്ക് മായ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ശക്തിയുള്ള ആളല്ലേ. അപ്പോൾ അദ്ദേഹം ദാനവന്മാരുടെ ഗുരുവല്ലേ. അയാൾ അങ്ങനെ കിണ്ടിയുടെ വാലിൻ്റെ അറ്റത്ത് വന്ന് ഒരു ഒരു ഗോലി അതിനിട്ടെന്ന് കൂട്ടിക്കോ. അപ്പം പിന്നെ വെള്ളം ഇറിവിരുന്ന ആ ദ്വാരം അടഞ്ഞിരുന്ന പിന്നെ ഇങ്ങോട്ട് വെള്ളം വരത്തില്ല, വെളിയിലോട്ട് വരത്തില്ല. അങ്ങനെ താൻ അതിലൊരു കരടായി കിടന്നു ഉശനസം, അതായത് ഉശനസം എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യര്. പാനീയം വീഴും, അത് വെള്ളമാണ് പാനീയം. പാനീയം വീഴും മുഖമടച്ചു കൊണ്ടിടിനാൻ. വെള്ളം വീഴുന്ന ഭാഗത്ത് മുഖം അവിടെ അടച്ചങ്ങ് കിടന്ന് കരടായിട്ട്. വാമനൻ അത് സൂക്ഷ്മം അറിഞ്ഞാക്കും അത് നേരം തൂമയോടൊരു ദർഭാഗ്രേണ താൻ കുത്തിയിടിനാൻ. ഇത് ആര് മനസ്സിലാക്കി? പിന്നെ മഹാബലിക്ക് അറിയത്തില്ല. മഹാബലിക്ക് അങ്ങനെയുള്ള ശക്തിയൊന്നുമില്ലല്ലോ. ഒരു സാധാരണ ഒരു എന്താ പറയുക, ഇങ്ങനെയുള്ള ദൈവികമായിട്ടുള്ള ശുക്രാചാര്യർ അത്രമാത്രം തപസ്സ ചെയ്ത ഒരാളല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതറിയാം. ഇത് വാമനന് മനസ്സിലായി. ഭഗവാനല്ലേ, ഭഗവാൻ ഇത് നേരത്തെ കൂട്ടി തന്നെ അറിയുമല്ലോ എല്ലാം. അതുകൊണ്ട് വാമനനത് സൂക്ഷ്മം അറിഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ മുഖത്ത് വെള്ളം ഇങ്ങോട്ട് പോരാതിരിക്കാൻ മുഖമടച്ച് കരടായി കിടക്കുന്നുവെന്ന്. അങ്ങനെ വാമനൻ അത് സൂക്ഷ്മം അറിഞ്ഞങ്ങ് അതു നേരം തൂമയോടൊരു ദർഭാഗ്രേണ താൻ കുത്തിയിടിനാൻ. ഒരു സന്തോഷത്തോടൊരു കമ്പ്, ഒരു വടിയെടുത്ത് ആ അറ്റത്തങ്ങ് കുത്തി. അവിടെ അറ്റത്തൊന്ന് കിടക്കുമല്ലയോ, അറ്റത്ത് കുത്തുമ്പോൾ അകത്തോടം കയറി പോകുമല്ലോ, കുത്തി കുത്തുകൊണ്ട് ഉശനോ ദൃക്കൊന്ന് നൊന്തഴൽപ്പെട്ടു ചീർത്ത വേദനയോടെ നീങ്ങിനാനൊരു ഭാഗം. അങ്ങനെ ഒരു കണ്ണ് ഉശനോ ദൃക്ക്, ഉശൻ എന്ന് വെച്ചാൽ ഇത് ഇയാളുടെ പേരാണ് ശുക്രാചാര്യരുടെ. ദൃക്ക് എന്ന് പറഞ്ഞാൽ കണ്ണ്. ഉശനൻ്റെ അതായത് ശുക്രാചാര്യരുടെ ഒരു കണ്ണ് നൊന്ത് അഴൽപ്പെട്ടു ചീർത്ത വേദനയോടെ നീങ്ങിനാൻ ഒരു ഭാഗത്തേക്ക്, കിണ്ടിയുടെ വേറൊരു ഭാഗത്തേക്ക് നീങ്ങി പോയി. വേദനയും കൊണ്ട് കണ്ണും വേദനിച്ച്. അപ്പോൾ പിന്നെ വെള്ളം വീഴുമല്ലോ. അപ്പോൾ പിന്നെ ഭഗവാന് അതായത് വാമനന് വെള്ളം കയ്യിൽ വീഴും. അപ്പോൾ പറയുന്നു, അങ്ങനെ അദ്ദേഹം നീങ്ങിപ്പോയപ്പോൾ ദാനവാരിയും തൃക്കൈ നിറഞ്ഞു വഴിഞ്ഞതി ക്ഷോണിയിൽ കരതലപ്പൊയ്ക ഒന്നുണ്ടായി വന്നു. ഇവിടെ ഭഗവാന്റെ തൃക്കൈ, അതായത് ദാനവ അരി എന്ന് വായിക്കണം. അവിടെ ദാനവാരി അല്ല, ദാനവ അരിയും ഭഗവാൻ വാമനൻ ഭഗവാന്റെ തൃക്കൈ നിറഞ്ഞു വഴിഞ്ഞ് ആ കൈകളിൽ കൂടെ വെള്ളം ഒഴുകി ക്ഷോണിയിൽ, അതായത് ഭൂമിയിൽ വീണപ്പോൾ എന്തു വന്ന് കരതല പൊയ്ക ഒന്നുണ്ടായി വന്നു. അത്രമാത്രം ഒരു തുള്ളി വെള്ളം വീണാൽ അത് ഭഗവാന്റെ കയ്യിൽ നിന്നല്ലേ വീഴുന്നത്. അവിടെ ഒരു പൊയ്ക തന്നെ അങ്ങ് ആയി, ഒരു തടാകം പോലെ. അവിടെ ഒരു നമ്മൾ തടാകം പ്രത്യേകം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇവിടെ തനിയെ ആ വെള്ളം വീണത് അങ്ങനെ ഒരു പൊയ്ക വന്നു. അപ്പോൾ എന്തു വന്നു? ദാനവാരിയെ ഗ്രഹിച്ചിടുന്നോരള. ഇവിടെ ദാനവാരിയാണ്, ജലമാണ് വാരി എന്ന് വെച്ചാൽ. ഇവിടെ വായിക്കുമ്പോൾ ദാനവ അരി ഭഗവാൻ, ദാനവ അരി, ദാനവന്മാരുടെ ശത്രു ആരാ? വാമനൻ. അപ്പം വാമനൻ്റെ തൃക്കൈ നിറഞ്ഞു വഴിഞ്ഞ് അത് ക്ഷോണിയിൽ കരതലപ്പൊയ്ക ഒന്നുണ്ടായി വന്നു. ഇവിടെ ദാനജലം, ആരാ ദാനജലം കൊടുത്തത്? മഹാബലി. അപ്പോൾ ഇവിടെ ദാനജലം, അതാ ദാനവാരി, അരിയല്ല വാരി, വാരി വെള്ളമാണ്. അപ്പോൾ ദാനവാരിയെ അല്ല ദാനവാരിയെ ഗ്രഹിച്ചിടുന്നോരളവെങ്കിൽ, അപ്പോൾ ഈ ദാനജലം ആര് സ്വീകരിച്ചു? വാമനൻ. അത് സ്വീകരിച്ചപ്പോൾ ദാനവ അരി, ആ ഭഗവാൻ വളർന്നിടാൻ അനുക്ഷണം പെട്ടെന്ന് തന്നെ ഈ വെള്ളം ജലം ദാനമായി കിട്ടിയ ഉടനെ തന്നെ വാമനൻ വളർന്നങ്ങ് വലുതായി. ഇത് അർത്ഥം നോക്കി മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇവിടെ വളരുന്നതാരാ? അരി, ദാനവ അരി. അപ്പം ഇവിടെ ദാനവ അരി വളർന്നിടാൻ അനുക്ഷണം. പിന്നെ ദാനവ അരിയെ കണ്ടു. അങ്ങനെ ഈ വാമനനെ ആര് കണ്ടു? ദാനവ അരി ഇന്ദ്രൻ, ദാനവന്മാരുടെ അരി ശത്രുവായ ഇന്ദ്രൻ കണ്ടു. ദാനവ അരിയെ കണ്ടു, അതാ വാമനനെ കണ്ടു ഇന്ദ്രൻ. ദാനവ അരീന്ദ്രൻ താനും ദാനവാരിത്വം ഗ്രഹിച്ചിടാൻ കൂടെ തന്നെ ദാനവാന് ഗുരുവാണി ഞാൻ കേളായികയാൽ. അതാര് പറയുന്നു? മഹാബലി. ദാനവാന്റെ ഗുരു ആരാ? ശുക്രാചാര്യ. ശുക്രാചാര്യരുടെ വാക്കാണ് വാണി. കൊടുക്കണ്ട എന്ന് കരടായി പോലും കിടന്നിട്ടും മഹാകഥ കൊടുത്തു.
അപ്പോൾ ദാനവാന് ഗുരുവായ ശുക്രാചാര്യരുടെ വാണി ഞാൻ കേളാകിയാൽ മഹാബലി കേൾക്കാഞ്ഞത് കൊണ്ട് ദാനവാനായേനെന്ന് തന്നുള്ളിൽ തോന്നിക്കൂടി. ദാനവാനായെന്ന് എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ, അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു. ദാനവാനായനെന്ന് തന്നുള്ളിൽ തോന്നിക്കൂടി. ദാനവാരികൾ വാദ്യഘോഷം ചെയ്ത് ആകുമണ്ണ്. ഇവിടെ ആരാണ്? അരികൾ. ഒന്നിലധികം പേർക്കാണ് അരികൾ. ഇവിടെ ഭഗവാനെ മാത്രം, വാമനനെ മാത്രം പറയാണ് അരി എന്ന് പറയും. ഇവിടെ ഒന്നിലധികം പേരുണ്ട് അരികൾ, ദേവന്മാരെന്ന് പറയും. അപ്പം ഇന്ദ്രനും ദേവന്മാരും എല്ലാം ചേർന്നാണ് അരികൾ എന്ന് പറയുന്നത്. അപ്പം ഭഗവാൻ ഒരാളെ ഉള്ളെങ്കിൽ അരി എന്ന് മാത്രമേ കൾ വരത്തില്ല. അതുകൊണ്ട് ഇവിടെ ദാനവാരികൾ ദേവന്മാർ വാദ്യഘോഷം ചെയ്താകും വണ്ണം ദാനവാരിക്ക് ചൂഴും വന്നടുത്തിതു മോദാൽ. അങ്ങനെ ഭഗവാന് ചൂഴും വന്നടുത്ത് സന്തോഷമായി. ദാനവാരിയെ കൊണ്ട്, അത് ദാനം കൊടുത്ത ജലം കൊണ്ട്, അത് ദാനവാരി ഇവിടെ ജലമാണ്. ദാനവാരിയെ കൊണ്ട് അരിയും ആരാണ് ജലം സ്വീകരിച്ച്? ഭഗവാൻ. അരി അത് ഒത്തിരിട്ടൊക്കെ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാനിത് മുമ്പ് ഇങ്ങനെ വായിച്ചെങ്കിൽ അന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. എനിക്കങ്ങ് വല്ലാതെ വന്ന് നോക്കി. ഇപ്പം ഞാനൊന്നുകൂടെ ശ്രദ്ധിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതിയും കൂടെ അങ്ങ് വെച്ചു. അപ്പോൾ അരിയെ കൊണ്ട്, അല്ല ദാനവാരിയെ കൊണ്ട് ജലം, അതവിടെ ജലം എഴുതിയിരിക്കുന്നത്. ദാനജലം കൊണ്ട് ഭഗവാൻ വാമനൻ തത്ര, അതാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. ജലം കിട്ടിയപ്പോൾ ഭഗവാൻ തത്ര താനത ബഹുകൃതരൂപിയായി ചമഞ്ഞു. അത്രമാത്രം മുകളിലേക്ക് അങ്ങ് വളർന്ന് വലുതായി പന്തലിച്ചു. അങ്ങനെ ഭൂലോകം അടി ഒന്നായി അടക്കി അളന്നു. അങ്ങനെ ഭഗവാൻ ദാനജലം, അതാണ് ദാനജലം കൊണ്ട് ഭഗവാൻ വാമനൻ അരി താനത ബഹുകൃതമായി അത്രമാത്രം വളർന്നു വലുതായി. എന്നിട്ട് എന്ത് വന്നു? ഭൂലോകം അടി ഒന്നായി അടക്കി അളന്നു. ഈ ഭൂലോകം മൊത്തം ഒരു പാദം ഒറ്റ അടി കൊണ്ട്, അത് 3 അടിയിൽ മണ്ണ് ചോദിച്ചേക്കുന്നത്, ഒരടി കൊണ്ട് ഭൂലോകം മൊത്തം അങ്ങ് അളന്ന്. തൃക്കാലടി, അത് അടുത്ത കാലടി. രണ്ടാമത് കൊണ്ടുടൻ സ്വർഗത്തെയും. അങ്ങനെ ഒരു കാലടി കൊണ്ട് ഭൂലോകം മൊത്തം അളന്നിട്ട് അടുത്ത തൃക്കാലടി രണ്ടാമത് കൊണ്ടുടൻ സ്വർഗത്തെയും. രണ്ടാമത്തെ പാദം സ്വർഗം അളന്ന്. കാലേതാൻ അളന്നു മൂന്നാമതങ്ങ് ഉയർത്തിയ കാലടിപ്പെരുവിരൽ നഗരം കൊണ്ടു മധ്യേ ബ്രഹ്മാണ്ടം പിളർന്നു ബാഹ്യാമൃത പ്രവാഹിനി നിർമ്മല ജഗൽ പ്രസിദ്ധോദയ ഹരിപദം തന്നാലേ മഹാഗംഗ താനുളവായാളിഞ്ഞു മന്നിടം തന്നിൽ പാപമാലിന്യം പോക്കിടുവാൻ. അങ്ങനെ വിഷ്ണുപദം ശോഭിച്ചു കാണായളവ് അങ്ങ് അരവിന്ദോത്ഭവനാദികൾ എല്ലാവരും വന്നുടൻ ഭഗവത്പാദാബ്ജക്ഷാളനം ചെയ്തു നിന്നു വന്ദിച്ചു പൂജിച്ചർച്ചിച്ചു സേവിക്കുമ്പോൾ പിന്നെയും ശ്രീപാദാബ്ജക്ഷാളന ജലനിധി ചെന്നൊന്നായി കൂടി നിന്നൊഴുകുകയാലേ മന്നിടമെല്ലാം സർവ്വപാപങ്ങൾ ഒഴിഞ്ഞ് ഇടരെന്നിയേ തെളിഞ്ഞു നിന്ന് ആനന്ദിച്ചതു മേന്മേൽ. അങ്ങനെ ഭഗവാൻ അങ്ങനെ രണ്ടാമത്തെ അടിയിൽ സ്വർഗം അളന്നിട്ട് മൂന്നാമത്തെ കാൽ ഉയർത്തിയപ്പോൾ ആ പെരുവിരൽ കൊണ്ട്, അതിൻ്റെ നഖം കൊണ്ട് ബ്രഹ്മാണ്ടമെല്ലാം നടുവേ അങ്ങ് പിളർന്നു. ബാഹ്യാമൃത പ്രവാഹിനി, അവിടെ ആകാശഗംഗ അതിന്ന് പുറത്തേക്ക് അങ്ങ് ഒഴുകി. നിർമ്മല ജഗൽ പ്രസിദ്ധോദയെ ഹരിപദം ആകാശത്തിൽ നിന്നിങ്ങനെ ഒഴുകി. തന്നാലേ മഹാഗംഗ താനുളവായാളിഞ്ഞു. അങ്ങനെ ഭഗവാന്റെ പാദത്തിൻ്റെ ആ വലിയ പെരുവിരലിൻ്റെ നഖം കൊണ്ട് ആ ബ്രഹ്മാണ്ട, കാരണം അത്രയും വലിയ എന്തുമാത്രം വളർന്ന് പന്തലിച്ച ഒരു ഭഗവാന്റെ കാല് തൊട്ടാൽ പോരെ, പിളരത്തില്ലേ? അങ്ങനെ ബ്രഹ്മാണ്ടം പിളർന്ന് ബാഹ്യ അമൃത, പുറമേ അമൃതവാഹിനി, ആ ജലം അങ്ങനെ അങ്ങ് ഒഴുകി. നിർമ്മല ജഗൽ പ്രസിദ്ധോദയെ ഹരിപദം, ഹരിപദം ആകാശം, ആകാശം തന്നാലേ മഹാഗംഗ താനുളവായാളിങ്ങി. അങ്ങനെയാണ് മഹാഗംഗ ഇങ്ങനെ പുറമേ ഒഴുകി. മഞ്ഞിടം തന്നിൽ പാപമാലിന്യം പോക്കിടുവാൻ. ഈ ഭൂമിയിൽ അതാണ് ഗംഗയിൽ പോൽ കുളിച്ചാൽ പാപം മാറുമെന്ന് പറയുന്നത്. അതാണ് ഈ മഞ്ഞിടം, ഈ ഭൂമിയിലെല്ലാം പാപമാലിന്യം പോക്കിടുവാൻ. അങ്ങനെ വിഷ്ണുപദം ശോഭിച്ചു കാണാൻ അളവങ്ങ് അരവിന്ദോത്ഭവനാദികളെല്ലാവരും. അങ്ങനെ ഭഗവാൻ ബ്രഹ്മാവും ദേവന്മാരും എല്ലാവരും എന്ത് ചെയ്തു? ഭഗവാന്റെ വാമനൻ നാരായണനല്ലേ ഇത് മനസ്സിലായപ്പോൾ ബ്രഹ്മാവും മറ്റ് ദേവാദികളും എല്ലാവരും വന്നുടൻ ഭഗവത് പാദാബ്ജക്ഷാളനം ചെയ്തു. ഭഗവാൻ ഇങ്ങനെ പാദങ്ങളെല്ലാം തൊട്ട് നമസ്കരിച്ചു, നിന്നു വന്ദിച്ചു, പൂജിച്ച് അർച്ചിച്ചു സേവിക്കുമ്പോൾ പിന്നെയും ശ്രീ പാദാബ്ജക്ഷാളന ജലനിധി ചെന്ന് ഒന്നായി കൂടി നിന്നൊഴുകുകയാൽ എല്ലാം കൂടെ ഒന്നിച്ചു വന്നത് ഒഴുകി.
മന്നിടമെല്ലാം സർവപാപങ്ങൾ ഒഴിഞ്ഞ് ഇടരന്നിയേ തെളിഞ്ഞു നിന്നാനന്ദിച്ചതു മേന്മേൽ. മേൽക്കുമേൽ ഇങ്ങനെ ആനന്ദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും എല്ലാവരും ഇപ്പോഴും ഗംഗാനദിയിൽ പോയി കുളിച്ച് പാവങ്ങളെല്ലാം അത് മാലിന്യം പോക്കുന്നുണ്ട്. അതാണ് അന്ന് വന്നതാണ് ബ്രഹ്മാണ്ടം പിളർന്ന് ആകാശഗംഗ, മഹാഗംഗ അവിടുന്ന് ഒഴുകുന്നതാണ്. മഹാഗംഗ താൻ ഉളവായി വന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ കയ്യിൽ വെള്ളം എടുത്തപ്പോൾ തന്നെ അവിടെ ഒരു പൊയ്ക അപ്പോഴന്നെ അവിടെയും ഉണ്ടായി. പിന്നെ മൂന്നാമത്തെ കാൽ ഉയർത്തിയപ്പോൾ അവിടെ ബ്രഹ്മാണ്ടം പിളർന്ന് അവിടുന്ന് മഹാഗംഗ അവിടുന്ന് ഉത്ഭവിച്ചു. ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി എല്ലാവരും എന്ത് ആശ്വാസം കൊള്ളുന്നു. അപ്പോൾ ഞാൻ പോയിട്ടില്ലെങ്കിലും ഗംഗയിൽ പോയി മുങ്ങണം എന്നൊക്കെ പറയത്തില്ലേ, സർവ്വ പാപവും പോകാൻ. അതുകൊണ്ട് പാപം ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങനൊന്നും ചെയ്യണമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. എന്ന് വെച്ചാൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ പാപം ചെയ്യാതിരിക്കുക, അതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് എന്താ ഇപ്പം കലിയുഗത്തിൽ ഇത് വാമനാവതാരത്തിലല്ലേ, കലിയുഗത്തിൽ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞേക്കുന്നത്. ഭഗവാനെ ആരാധിക്കുക. എന്ത് വിഷം എന്ത് രോഗമായാലും വിഷമായാലും എന്ത് കാര്യങ്ങളായാലും ഭഗവാനെ കീർത്തനമാണ്. ഈ പിന്നെന്തു പറയുന്നത്, കലിയുഗത്തിൽ ഭഗവത് പാരായണങ്ങൾ, ഭഗവാനെ സ്തുതിക്കുക, കീർത്തനങ്ങൾ ആലപിക്കണം. അതാണ് എപ്പോഴും ഭക്തിപരമായി ഭഗവാനെ അർത്ഥം അറിഞ്ഞിങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏത് ഗംഗയിൽ പോകുന്നതിനേക്കാളും ഈ കലിയുഗത്തിലാണ് ഞാൻ പറയുന്നത്. മറ്റത് ഇപ്പോഴൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നമുക്കിവിടെ വേണ്ടത് എന്താണ്? ഗംഗയിൽ പോയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല, ഭഗവാനെ പ്രാർത്ഥിച്ചേ പറ്റൂ. എന്നാൽ പിന്നെ എന്ത് ചെയ്തിട്ട് ഗംഗയിൽ പോലെ അങ്ങ് മുങ്ങിയാൽ പോരെ? അതൊന്നും നടക്കുന്ന കാര്യമില്ല. ചെയ്യാതിരിക്കണം. പാപം ചെയ്തിട്ട് ഗംഗയെ മുക്കാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവാനെ ഭജിക്കുക തന്നെ ചെയ്യണം. നമ്മൾ അറിഞ്ഞ് ഭഗവാനെ നമ്മൾ പശ്ചാത്തപിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് തെറ്റുകളെല്ലാം പൊറുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിലും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടും. നമുക്ക് എന്താ വരുന്നത് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഈ കലിയുഗത്തിൽ നമുക്ക് പ്രാർത്ഥനയാണ് ആവശ്യം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.